ഹായ് ഫ്രണ്ട്സ്, മിന്നി മിന്നുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും മനോഹരവും ഹൃദയത്തിന് കുളിർമയും നൽകുന്ന ഒരു പുഷ്പച്ചെടിയെക്കുറിച്ചാണ്. അതായത് നമ്മുടെ റോസ് ചെടി. റോസ് ഒരുപാട് പ്രിയപ്പെട്ടതും പ്രശസ്തവുമായ ഒരു പുഷ്പച്ചെടിയാണ്. ഇവയുടെ വൈവിധ്യമാർന്ന നിറങ്ങൾ, സുഗന്ധം, ആകൃതി ഇവയൊക്കെ കൊണ്ട് മനോഹരമാണ് ഈ ചെടി. ലോകമെമ്പാടുമുള്ളവർ പൂന്തോട്ടത്തിൽ വളർത്തുന്ന ഒരു ചെടിയാണിത്. ഈ റോസ് പൂവ് സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം തന്നെ ഇതിൻ്റെ ഈ സൗന്ദര്യം കൊണ്ട് തന്നെയാണ്. പൂന്തോട്ടം അലങ്കരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഈ റോസ് ചെടി. ചെറിയ പോട്ടുകളിൽ പോലും നമുക്ക് റോസ് ചെടി വളർത്തിയെടുക്കാം. ഒരുപാട് പുഷ്പങ്ങളെ കൊണ്ട് ഇത് നിറയ്ക്കുകയും ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് കട്ട് ഫ്ലവറായിട്ടും ഉപയോഗിക്കാം. അതായത് നമ്മുടെ ലിവിങ് റൂമിലോ മറ്റോ ഒക്കെ ഇത് കട്ട് ഫ്ലവറായിട്ട് കട്ട് ചെയ്ത് വെള്ളം നിറച്ച ഗ്ലാസ്സിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ. ഇത് കുറേ നാളുകൾ അങ്ങനെ കൊഴിഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും. കാരണം ഇത് വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത് കൊണ്ടാണ്. അതായത് റോസ് പൂക്കളുടെ രാജകുമാരി എന്ന സവിശേഷണത്തിന് അർഹയായ ഒരു ചെടി കൂടിയാണ് ഇത്. അതിൻ്റെ പുഷ്പങ്ങളുടെ മനോഹരമായിട്ടുള്ള നിറം, സുന്ദരമായ രൂപം, നല്ല സുഗന്ധം എല്ലാം കൂടി ഈ ചെടിയെ അതിപ്രിയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. റോസാപ്പൂവ് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുമില്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് ഈ റോസ് പൂവ്. ഈ റോസാപ്പൂവിന് നിരവധി വർഗ്ഗങ്ങളുണ്ട്. ചുവപ്പ്, പിങ്ക്, പിന്നെ വെള്ള നിറത്തിലെ പൂവ്, മഞ്ഞപ്പൂവ് എന്നിങ്ങനെ പല നിറത്തിൽ ഇതിൻ്റെ പുഷ്പങ്ങളുണ്ട്. ചുവപ്പ് റോസ് സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. എന്നാൽ വെള്ള റോസ് നിർമാല്യത്തിൻ്റെ പ്രതീകവും കൂടിയാണ്. പിങ്ക് ആണെങ്കിലോ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിട്ടാണ് പിങ്ക് റോസാപ്പൂക്കൾ ഉപയോഗിക്കുന്നത്. എന്നാൽ മഞ്ഞ റോസാ പുഷ്പങ്ങൾ ശുഭ ആശംസകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് രോഗമുക്തി നേടിയവർക്ക് ആശംസകളായിട്ട് നമുക്ക് കൊടുക്കാം, പിറന്നാൾ ആശംസകളായിട്ട് കൊടുക്കാം, തുടങ്ങിയവയ്ക്കൊക്കെ ഈ മഞ്ഞ റോസാപ്പൂ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതായത് എല്ലാ പുതിയ തുടക്കത്തിനും ഈ മഞ്ഞ പുഷ്പങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ റോസ് ചെടി വളർത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമല്ല. മിതമായ സൂര്യപ്രകാശം ഉണ്ടാവണം, നല്ല ജലസേചനം വേണം. നേരിയ രീതിയിൽ വളം നൽകിയാൽ റോസ് വളരെ സുന്ദരമായിട്ട് വളരുകയും ഒരുപാട് പുഷ്പങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഈ റോസ് ചെടി പൂന്തോട്ടത്തിൽ നിൽക്കുമ്പോഴായാലും നമ്മുടെ വീട്ടിലെ ചെടിച്ചട്ടികളിൽ വളർന്നു നിൽക്കുമ്പോഴായാലും വീടിൻ്റെ മുറ്റത്ത് നമ്മൾ തറയിൽ നട്ട് വളർത്തി അത് പൂത്ത് നിൽക്കുന്നത് കാണാനായാലും നമുക്ക് മനസ്സിന് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അതായത് ചെടികളെ സ്നേഹിക്കുന്നവർക്കെല്ലാം റോസ് പൂക്കൾ വളരെ ഇഷ്ടമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ റോസ് ചെടികൾക്ക് ഓർഗാനിക് വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സാവധാനത്തിൽ പ്രവർത്തിക്കുന്ന വളങ്ങൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ റോസ് വളരുകയും ഒരുപാട് പൂക്കൾ കുലയായിട്ട് കണ്ടോ ഇതുപോലെ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ചാണകവളം അത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. മണ്ണിൻ്റെ എല്ലാ ഫലഭൂയിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അത് ഉപയോഗിക്കും. അതുപോലെ തന്നെയുള്ളൊരു നല്ല വളമാണ് ഈ വെർമി കമ്പോസ്റ്റ്. അതായത് അത് മിതമായ പോഷകങ്ങൾ നീണ്ട കാലം ചെടിക്ക് അത് നൽകിക്കൊണ്ടേയിരിക്കും. അത് ചെടിക്ക് നല്ല ആരോഗ്യവും നല്ലതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവാൻ അത് പ്രയോജനപ്പെടും. അതുപോലെ റോസിന് ഉപയോഗിക്കുന്ന മറ്റൊരു വളമാണ് ലീഫ് കമ്പോസ്റ്റ്. അതായത് ജൈവ പച്ചവളങ്ങൾ, പച്ചില വളങ്ങളും ഇതിന് ഉപയോഗിക്കാം. അതായത് മണ്ണിൻ്റെ ഗുണങ്ങളും ഇലകളുടെ തിളക്കം എന്നിവ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ പൂവിൻ്റെ തിളക്കവും എല്ലാം ഈ വളം കൊണ്ട് അത് വർദ്ധിപ്പിച്ച് നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബനാന പീല് നല്ല വളമാണ് ഈ റോസിന് കേട്ടോ. അതായത് നമ്മുടെ ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലി ഉപയോഗിച്ചുണ്ടാക്കുന്ന വളങ്ങൾ അത് പൊടി രൂപത്തിലുണ്ടാക്കാം, ഉണക്കി പൊടിച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് പുളിപ്പിച്ചെടുക്കാം. അതും അല്ലെങ്കിൽ അത് തിളപ്പിച്ചെടുക്കുന്ന അതിൻ്റെ വെള്ളം അത് തണുപ്പിച്ചാണ് നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത്. അത്
പൊട്ടാസ്യം, അതുപോലെ തന്നെ ഫോസ്ഫറസ് തുടങ്ങിയവ ചെടിക്ക് നൽകുന്നു. കൂടുതൽ പൂക്കൾ ഉണ്ടാകാനാണ് അത് സഹായിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരുപാട് മൊട്ടുകൾ കുലകുലയായിട്ടുണ്ടാകുകയും അതൊന്നും കൊഴിഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ പൂത്ത് കിട്ടുകയും ചെയ്യുന്ന ഒരു വളമാണ് നമ്മൾ ഈ പറഞ്ഞ ബനാന പീൽ വളം. നമ്മുടെ ഈ റോസിന് ഓർഗാനിക് വളങ്ങൾ മാത്രമല്ല കെമിക്കൽ വളങ്ങളും കൊടുക്കാവുന്നതാണ്. അതായത് മിതമായ രീതിയിൽ മാത്രമേ കെമിക്കൽ വളങ്ങൾ കൊടുക്കാവൂ. അല്ലാതെ കെമിക്കൽ വളങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചെടി തന്നെ നശിച്ചു പോകാൻ കാരണമാകും. എന്ന് പറഞ്ഞാൽ മാസത്തിൽ 2-3 പ്രാവശ്യം മിതമായ അളവിൽ നമുക്ക് ഈ കെമിക്കൽ വളങ്ങൾ ഈ റോസിന് കൊടുക്കാം. NPK 19-19-19 കൊടുക്കാം. അതിനകത്ത് നൈട്രജന്, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇതൊക്കെ ഉണ്ട്. അത് നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകുകയും അതുപോലെ നല്ല രീതിയിൽ കുലയായിട്ട് മുട്ടുകളൊക്കെ ഉണ്ടാകാൻ സഹായിക്കും. അതുപോലെ തന്നെയാണ് ഡാപ്പ്. അത് നമ്മുടെ ഈ റോസിന് ഏറ്റവും പ്രിയപ്പെട്ട വളം കൂടിയാണ്. ഫോസ്ഫറസ്, നൈട്രജൻ ഒക്കെ അതിലുണ്ട്. അതും ഒരുപാട് മുട്ടുകൾ ഉണ്ടാവാൻ ആ വളം സഹായിക്കും. അതുപോലെ തന്നെ പൊട്ടാസ്യം സൾഫേറ്റും നല്ലതാണ്. നമ്മുടെ ഈ റോസിന് ഒരുപാട് പൂക്കൾ ഉണ്ടാകും. അതിനകത്ത് പൊട്ടാസ്യം ഒരുപാട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നല്ലതുപോലെ മുട്ടുകൾ ഉണ്ടാവാൻ സഹായിക്കും. ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഈ റോസിന് ഏറ്റവും നല്ലത്. അതായത് സീവീഡ് എക്സ്ട്രാക്ടർ എന്ന് പറയുന്ന ഒരു വളമുണ്ട്. അത് ചെടിക്ക് നല്ല ഒരു വളമാണ്. ഇലകൾക്ക് വളർച്ച, വേരുപടലങ്ങൾ നല്ലതുപോലെ വളരും. ബലമാർന്ന ഒരു ചെടി നമുക്ക് അതിൽ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ ജീവാമൃതം എന്ന് പറയുന്ന മണ്ണിൻ്റെ ഫലഭൂഷ്ഠത നല്ല രീതിയിൽ ലഭ്യമാക്കാനും അത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ കെമിക്കൽ വളങ്ങൾ NPK 19-19 ആ വളം നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് ലിക്വിഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ചെടി അത് പെട്ടെന്ന് വലിച്ചെടുത്ത് നല്ല രീതിയിൽ അത് വളർച്ചയ്ക്കും പൂക്കളൊക്കെ ഉണ്ടാകാനൊക്കെ അത് സഹായിക്കും. ഏറ്റവും നല്ലത് നമ്മൾ ലിക്വിഡായിട്ട് എല്ലാ വളങ്ങളും കൊടുക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാസത്തിൽ 2-3 പ്രാവശ്യം മാത്രം ഈ ലിക്വിഡ് വളങ്ങളും കൊടുത്താൽ മതി. വളം നൽകി അല്ലെങ്കിൽ പൊടി രൂപത്തിലുള്ള വളം നൽകുകയാണെങ്കിൽ വളം നൽകിയതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് ഉടനെ തന്നെ വെള്ളത്തിൽ ലയിച്ച് ചെടിക്ക് കിട്ടാൻ വേണ്ടി. അല്ലാതെ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ തന്നെ അത് വേരിന് അത് എന്തെങ്കിലും ക്ഷതങ്ങൾ സംഭവിക്കാം. ചൂടാണല്ലോ ഈ കെമിക്കൽ വളങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് വളങ്ങൾ കൊടുക്കുന്നത് കുറയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. ആ സമയത്ത് നമ്മൾ ഒരുപാട് വളം അങ്ങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ചെടിയെ ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. ഈ റോസ് ചെടിയുടെ കട്ടിങ്സ് നട്ടാണല്ലോ നമ്മൾ അടുത്ത ഒരു ചെടി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് നമ്മൾ ഈ റോസിൻ്റെ ആരോഗ്യമുള്ള നല്ല ഒരു കമ്പാണ് നമ്മൾ കട്ടിങ്സ് ആയിട്ട് എടുക്കേണ്ടത്. ആ കട്ടിങ്സിൻ്റെ വേര് ഉണ്ടാകുന്ന ഭാഗത്ത് റൂട്ടിംഗ് ഹോർമോൺ ഒക്കെ പുരട്ടിയിട്ട് നട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന് വേരുണ്ടാകും. അല്ലാതെ തന്നെ റോസിന് വേര് ഉണ്ടാകും. ഹോർമോണൊന്നും തേച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് റോസിന് പെട്ടെന്ന് വേരുണ്ടാകും. അത് പൊടിയുള്ള മണ്ണിൽ നട്ടാലാണ് പെട്ടെന്ന് വേര് പിടിക്കുന്നത്. അതല്ലെങ്കിൽ ചുവന്ന മണ്ണിൻ്റെ കൂടെ കൊക്കോപിറ്റും ചേർത്ത് എടുക്കുന്ന മിശ്രിതത്തിലോട്ട് ഈ കട്ടിങ്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വേരുണ്ടാകും. നല്ല രീതിയിൽ തന്നെ വേരുണ്ടാകാൻ ഇടയുണ്ട്. അല്പം വെള്ളമൊക്കെ തളിച്ച് കൊടുത്തതിന് ശേഷം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്തൊരു സ്ഥലത്താണ് ഇത് കൊണ്ടുവെക്കേണ്ടുന്നത്. എന്നാൽ വെളിച്ചം അല്പം ഉണ്ടാകുകയും വേണം. ആ സ്ഥലത്തേക്ക് നമ്മൾ ഷെയ്ഡുള്ള ഏരിയയിലേക്ക് കൊണ്ടുവച്ച് കൊടുത്താൽ മതി. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം വേരുകൾ ഉണ്ടായിക്കിട്ടും. അങ്ങനെ വേരുണ്ടായി കഴിയുമ്പോഴും നമ്മളതെടുത്ത് ഒരു പുതിയ ഒരു ചെടിച്ചട്ടിയിലോട്ട് നട്ടു കൊടുത്താൽ മതി. അല്പം വളങ്ങളൊക്കെ ചേർത്ത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ അല്പം ഇട്ടതിന് ശേഷം നട്ടു കൊടുക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അത് നല്ല രീതിയിൽ വളരുകയും നല്ല പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. ചെറിയ തൈകൾക്ക് ചെറിയ രീതിയിൽ മാത്രം വളം കൊടുത്താൽ മതി. ഇതിനെല്ലാം ഉപരി മറ്റൊരു വളമുണ്ട് കേട്ടോ.
സ്നേഹവും ശ്രദ്ധയും റോസിന് മികച്ച വളം തന്നെയാണ്. ഇതുപോലെ മനോഹരമായ ചെടികളെയും അവയുടെ കെയർ ടിപ്പുകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമസ്കാരം. ഇനി കാണാം അടുത്ത വീഡിയോയിൽ.